എല്ലാവർക്കും മിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. ഞാനൊരു നല്ല പുളിയുള്ള ഒരു മാങ്ങ, പച്ച മാങ്ങയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരിമുളക് 3 ചെറിയ കാന്താരിമുളക്, 3 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം സവാള, ഇത്രയും എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയ്ക്കകത്ത് ഞാൻ ഒരു നുള്ള് ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉലുവ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ച സവാള അതെല്ലാം ഒന്ന് കുഞ്ഞതായിട്ട് അരിയണം. അപ്പോൾ സവാള അരിഞ്ഞതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ നമ്മൾ എടുത്തു വെച്ച കാന്താരി, എനിക്ക് കുറച്ച് കാന്താരിമുളക് കിട്ടിയത് കാരണം ഞാനിതിന് കാന്താരിമുളക് ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. ഒരുമാതിരി വഴറ്റി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ്, കുഞ്ഞതായിട്ടല്ല, ഒരു ചെറിയ കഷ്ണം ഇതായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കഴിയുമ്പം അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ഇട്ട് അതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ മാങ്ങ വേവുന്ന അത്രയും. നല്ല പുളിയുള്ള മാങ്ങ ആണെങ്കിൽ അടിപൊളി ഒരു പുളിശ്ശേരിയാണ്. എളുപ്പം ഉണ്ടാക്കാൻ, തേങ്ങായും ഒന്നും വേണ്ട. പിന്നെ ഞാൻ 1 കപ്പ് കട്ട തൈര് ഒന്ന് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. 1 കപ്പേ എടുത്തുള്ളൂ. അപ്പം ഇതിന് നമുക്ക് മാങ്ങ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വെന്ത് മാങ്ങ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഗ്യാസ് ചെറുതാക്കിയിട്ട് ഇനി നമുക്ക് ഉടച്ചു വെച്ച തൈരും കൂടെ ഒഴിക്കാം. തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ മെയിൻ ജോലി. തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറിയ തീയിലാണ്, ചെറിയ തീ ആക്കിയിട്ടാണ് തൈര് ഒഴിക്കേണ്ടത്. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞ് ഒരുമാതിരി വല്ലാതാകും. അപ്പോൾ അങ്ങനെ ആകാതിരിക്കാനാണ് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്ന് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനി ഇതിനെ താളിക്കണം. അതിനു വേണ്ടി ഞാനൊരു ചെറിയ താളിക്കാൻ വേണ്ടി റെഡിയാക്കി. അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ട്, കടുക് പൊട്ടാറാകുമ്പോൾ ഒരു നുള്ളു ജീരകം ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് രണ്ടും കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അതിനകത്തൊരു വറ്റൽമുളക് മുറിച്ചിട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു, പിന്നെ ഒരു ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചെറിയ ഉള്ളി അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് താളിക്കലൊന്ന് മൂപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇടും. ഇത് ജസ്റ്റ് ഒരു മണത്തിനും ഒരു കളറിനും വേണ്ടിയാണ്. ഇതൊരു അടിപൊളി ഒരു പുളിശ്ശേരിയാണ്. മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ ആണെങ്കിൽ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. തേങ്ങ ഒന്നും അരയ്ക്കേണ്ട. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.